ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ നൈൽ നദിക്കരയിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ കഥയാണിത്. അവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. രാജാവ് മരിച്ചാലും മറ്റൊരു ലോകത്ത് ജീവിക്കുമെന്നും അവിടെ അദ്ദേഹത്തിന് സ്വർണവും വജ്രവും വസ്ത്രങ്ങളും വേണമെന്നും അവർ കരുതി. രാജാവിൻ്റെ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ അവർ മമ്മിയാക്കി മാറ്റി. ഈ മമ്മിയും രാജാവിൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഭീമാകാരമായ പിരമിഡുകൾ നിർമ്മിച്ചത്. ഏറ്റവും വലിയ പിരമിഡായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിക്കാൻ ഏകദേശം 23 ലക്ഷം കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ കല്ലിനും ഒരു ആനയുടെ അത്രയും ഭാരമുണ്ടായിരുന്നു. ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇത്ര ഉയരത്തിൽ എത്തിച്ചത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്താണ് ഇവ പണിതത്. ഇതിനുള്ളിൽ രാജാവിനെ അടക്കം ചെയ്ത അറകളും കള്ളന്മാരെ പറ്റിക്കാനുള്ള രഹസ്യ വഴികളും ഉണ്ടായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും മണൽക്കാറ്റുകളെയും ഭൂകമ്പങ്ങളെയും അതിജീവിച്ച് ഈ പിരമിഡുകൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണിത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്നും ശാസ്ത്രലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആധുനിക ഉപകരണങ്ങളില്ലാതെ കൃത്യമായ ദിശകൾ അവർ എങ്ങനെ കണ്ടെത്തി? പുറത്ത് മരുഭൂമിയിലെ കൊടും ചൂടിലും പിരമിഡിനുള്ളിൽ എപ്പോഴും ഒരേ തണുപ്പ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? അതിലുപരി ഇതിനുള്ളിലെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ നിഗൂഢതകൾ എന്തൊക്കെയാണ്? പിരമിഡുകളുടെ അധികം ആരും അറിയാത്ത ആ രഹസ്യങ്ങൾ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും